The next is that a benefit of implementing GST in India. GST implement ചെയ്താലുള്ള benefit എന്താണെന്ന്. That is, GST in India is a comprehensive, multi-stage, destination-based tax that will be levied on every value addition. GSTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ it is a comprehensive here means not simple, multi-stage, destination-based tax that will be levied on every value addition. അത് GSTയുടെ ആ ബെനിഫിറ്റ്, GST ഒരു കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ലെവി ചെയ്യുമ്പോൾ ഫസ്റ്റ് ബെനിഫിറ്റ് ഈസ് ദാറ്റ് ഫോർ സിറ്റിസൺസ്. നമുക്ക് സിറ്റിസൺസിനുള്ളൊരു ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന്, സിംപ്ലർ ടാക്സ് സിസ്റ്റം. ഇതൊരു കോൺട്രഡിക്ടറി ആണ്, കോംപ്രഹെൻസീവ് ടാക്സ് ആണെന്ന് പറയുന്നു, പക്ഷേ സിറ്റിസൺസിനെ സംബന്ധിച്ച് സിമ്പിൾ ടാക്സ് സിസ്റ്റമാണ്. റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും. ട്രാൻസ്പെറൻസി ഇൻ ടാക്സേഷൻ സിസ്റ്റം. ട്രാൻസ്പെറൻസി എന്നുള്ള സുതാര്യത, ആർക്കും ലളിതമായിട്ട് എത്രയാണ് ടാക്സ് ഈടാക്കിയതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. യൂണിഫോം പ്രൈസ് ത്രൂ ഔട്ട് ദി കൺട്രി. ഒരു രാജ്യത്ത് എല്ലായിടത്തും ഒരേ വില വരുന്നു. ദീസ് ആർ ദി ബെനിഫിറ്റ് ഫോർ സിറ്റിസൺസ്. ദാറ്റ് ഈസ് സിമ്പിൾ ടാക്സ് സിസ്റ്റമാണ്. പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റെഡ്യൂസ് ചെയ്യും. ട്രാൻസ്പെറൻസി ഇൻ ടാക്സേഷൻ സിസ്റ്റം, സുതാര്യത ഉറപ്പുവരുത്തും. അതുപോലെ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. യൂണിഫോം പ്രൈസസ് ത്രൂ ഔട്ട് ദി കൺട്രി. രാജ്യത്താകമാനം ഒരേ റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും. ഫോർ ട്രേഡ് ഓർ ഇൻഡസ്ട്രിക്ക് റിഡക്ഷൻ ഇൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ്. നമ്മൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് കണ്ടു. റോ മെറ്റീരിയൽ വാങ്ങിക്കുന്ന സമയം തൊട്ട് അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ലോട്ട് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്, അത് എലിമിനേറ്റ് ചെയ്യുക. മിറ്റിഗേഷൻ ഓർ കാസ്കാഡിങ് ഡബിൾ ടാക്സേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടാക്സിൻ്റെ മേലെ വീണ്ടും ടാക്സ് വരുന്നത് നമുക്ക് ഒഴിവാക്കാം. മോർ എഫിഷ്യൻറ്റ് ന്യൂട്രലൈസേഷൻ ഓഫ് ടാക്സസ് എസ്പെഷ്യലി ഫോർ എക്സ്പോർട്ട്. കയറ്റുമതിക്കൊക്കെ ടാക്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ നാഷണൽ മാർക്കറ്റ്. വൺ കൺട്രി വൺ ടാക്സ് വൺ മാർക്കറ്റ് ആണ്. അതുപോലെ കോമൺ നാഷണൽ മാർക്കറ്റ് കണ്ടുപിടിക്കാം. വൺ കൺട്രി വൺ ടാക്സ് ആൻഡ് വൺ മാർക്കറ്റ് എന്നുള്ള ഐഡിയോളജി വെച്ച്. സിംപ്ലർ ടാക്സ് റെജിം, ഫ്യൂ റേറ്റ്സ് ആൻഡ് എക്സംഷൻസ്. അത് സിംപിളി നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൻ്റെ എക്സംഷൻസും എല്ലാം ക്ലിയർ കട്ട് ലോസ് അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഈ ഇൻഡസ്ട്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രേഡിനെ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം GST കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ്. ദെൻ ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ. നമ്മൾ കേട്ടിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ. എ യൂണിഫൈഡ് കോമൺ നാഷണൽ മാർക്കറ്റ് ടു ബൂസ്റ്റ് ദി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ. നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് GST ആണ്. ഒരു ബൂസ്റ്റ് ടു എക്സ്പോർട്ട്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റി, ജനറേഷൻ ഓഫ് മോർ എംപ്ലോയ്മെൻറ്റ് ലീഡിങ് ടു റിഡ്യൂസ് പോവർട്ടി. എക്സ്പോർട്ട് കൂടും, മാനുഫാക്ചറിങ് കൂടും, ജനറേഷൻ ഓഫ് മണി ആൻഡ് എംപ്ലോയ്മെൻറ്റ് കൂടും. അപ്പോൾ വരുമ്പോൾ പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ഉണ്ടാകും. EDP ഗ്രോത്ത് നമുക്കുണ്ടാകും. ഇംപ്രൂവിങ് ദി ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻ ദി ഇൻഡസ്ട്രി. നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. യൂണിഫോം SGST ആൻഡ് IGST റേറ്റ് ടു റിഡ്യൂസ് ഇൻസെൻറ്റീവ് ഫോർ ടാക്സ് ഇവേഷൻ. നികുതി വെട്ടിപ്പുണ്ടാകുകയില്ല. യൂണിഫോം SGSTയും IGSTയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നികുതി വെട്ടിപ്പുണ്ടാകത്തില്ല. റിഡക്ഷൻ ഇൻ കംപ്ലയൻസ് കോസ്റ്റ് ആൻഡ് നോ റിക്വയർമെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ റെക്കോർഡ് കീപ്പിംഗ്. ഇതിൻ്റെ GST ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. കാരണം ഇറ്റ് ഈസ് ഓൺലൈൻ ടാക്സേഷനാണ്, രജിസ്ട്രേഷൻ സിമ്പിളാണ്, പെർമനൻറ്റ് രജിസ്ട്രേഷനാണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഫയലോ ഒന്നും നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് എളുപ്പമാണ്. ദീസ് ആർ ദി benefit to the central and state government. Then need of GST. What are the need of GST? Need of GST ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. There are various definitional issues related to manufacture, sales, service, valuation, etc. arises. It is to be rationalized. GST സംബന്ധിച്ചിടത്തോളം there are lot of definitional issues. നമ്മൾ ഓരോന്നിനെ സംബന്ധിച്ച് ഓരോ ഡെഫിനേഷന് വേണ്ടി വരും. മാനുഫാക്ചറിങ്, സെയിൽസ്, സർവീസ്, വാല്യുവേഷൻ. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അത് GSTക്ക് ആവശ്യമാണ്. സെവറൽ ട്രാൻസാക്ഷൻ ടേക്ക് ദി ക്യാരക്ടർ ഓഫ് സെയിൽസ് ആസ് വെൽ ആസ് സർവീസ്. ദസ് there is complexity in determining the nature of transaction. സെയിലാണോ സർവീസാണോ, സെയിലിൻ്റെ കാറ്റഗറിയിൽ ഏതൊക്കെ വരും, സർവീസിൻ്റെ കാറ്റഗറിയിൽ ഏതൊക്കെ വരുമെന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. The mechanism of imposing taxes, exemptions, abatements and other benefits are different in state and center. അതായത് ഓരോ ടാക്സ് ഇമ്പോസ് ചെയ്യുക, അത് എക്സംപ്റ്റ് ചെയ്യുക, അതെല്ലാം സ്റ്റേറ്റും സെൻറ്ററിലും വ്യത്യാസമായിരുന്നു.
Existing law has resulted in significant number of issues related to interpretations or various provisions and category of the product and the nature of services. എക്സിസ്റ്റിംഗ് ലോയെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കൻ്റ് നമ്പർ ഓഫ് ഇഷ്യൂസ്, ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ഓരോ പ്രോഡക്റ്റ് ഏത് കാറ്റഗറിയാണ്, ഓരോ സർവീസ് ഏത് കാറ്റഗറിയാണെന്ന് ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിക്സ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഈവൻ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിക്സ് ഓരോ സ്റ്റേറ്റിനെ സംബന്ധിച്ചും സ്റ്റേറ്റിനും സെൻട്രലിനെ സംബന്ധിച്ചും ഒക്കെ വ്യത്യാസമായിരിക്കും. ഓൾ ദീസ് ലീഡ്സ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് GST. അതായത് വേരിയസ് ഡെഫിനേഷണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സെയില്, സർവീസ്, വാല്യുവേഷൻ, വേരിയസ് ഡെഫിനേഷണൽ ഇഷ്യൂസ് ഉണ്ട്. സെയിലാണോ സർവീസാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ എക്സംഷൻസ് എന്താണ്, അതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ഡെഫിനേഷൻ ഉണ്ടായിരുന്നില്ല. ഓരോ സ്റ്റേറ്റിനും സെൻട്രലിനും ഡിഫറെൻറ്റ് സ്റ്റേറ്റിനും ഒക്കെ ഡിഫറെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു. ഇതെല്ലാം GSTയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നീഡ് ഓഫ് GSTയെ കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീഡ് ഓഫ് GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കൂടുതൽ നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട്.